ഇത് ഹരിത കേരളം, ഇത് ഹരിത കേരളം, ഹരിത കേരളം, ഇത് ഹരിത കേരളം, ഇത് ഹരിത കേരളം. അരുവികളിൽ തെളിനീരൊഴുകട്ടെ, എല്ലാ നാട്ടിലും തൊടിയിലും പച്ചപ്പുണരട്ടെ, എല്ലാ ദിക്കിലും മണ്ണിലും നിന്നും മനസ്സിൽ നിന്നും മലിനതകളതുമിരട്ടെ, മലിനതകളതുമിരട്ടെ. ഇനി അകലട്ടെ, ഇനി അകലട്ടെ. ഉണരുണരോ, 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 ഉണരോ, ഉണരുണരോ. കുളങ്ങൾ തടാകമേതിലും, കായലിൽ കുളങ്ങൾ തടാകമേതിലും, നീളെ നീളെയൊഴുകിടുന്ന പുഴയിലേതിലും, നീളെ നീളെയൊഴുകിടുന്ന പുഴയിലേതിലും മാരകങ്ങളാം വിഷങ്ങളാകെ മാറിടും, മാരകങ്ങളാം വിഷങ്ങളാകെ മാറിടും. മലിന ജീർണ ശേഖരങ്ങൾ അകലെ നീങ്ങിടും. ഉണരുണരോ, ഉണരോ, ഉണരുണരോ, ഉണരുണരോ, ഉണരോ, ഉണരുണരോ. തീരമാകയും മലം പ്രദേശമാകയും, തീരമാകയും മലം പ്രദേശമാകയും. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട, കവി വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് തീരമാകയും മലം പ്രദേശം. അത് മനസ്സിലായല്ലോ. മറ്റൊരു വാക്ക് കൂടിയുണ്ട്, അതുപോലെ അശുദ്ധമാക്കരുതെന്നും കൂടി ചിന്തിച്ചോളണം. തീരമാകയും മലം പ്രദേശമാകയും, നഗരമന്ദിരത്തിൽ മട്ടുപ്പാവിലൊക്കെയും, നഗരമന്ദിരത്തിൽ മട്ടുപ്പാവിലൊക്കെയും സ്വച്ഛ ശുദ്ധമാം സുഗന്ധവായുവാർന്നിടും. ഉഗ്രമാം വിഷങ്ങൾ ചേർന്നതകലെ നീങ്ങിടും. ഉണരുണരോ, ഉണരോ, ഉണരുണരോ, ഉണരുണരോ, ഉണരോ, ഉണരുണരോ, ഉണരുണരോ, ഉണരോ, ഉണരുണരോ. പാട്ട് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. അതുമാത്രം പോരാ, പ്രവൃത്തിയിൽ കൂടെ വരുത്തണമെന്നൊന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് എല്ലാവരുടെയും, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള, ഇതൊരു പാഠമായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കേരളത്തെ അനുകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നന്മകളുടെ വെളിച്ചത്തിൽ. അതുപോലെ എല്ലാ തുറയിലും നാം ഏവരും ഒരു പാഠമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാം നല്ല വിധത്തിൽ കേരളം ഒരു നല്ല ഭാവിയിലെ ഒരു പ്രത്യേക സ്ഥലമായി മാറട്ടെ എന്ന് എൻ്റെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അർപ്പിക്കുന്നതിനായി ശ്രീമതി മഞ്ജു വാര്യരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാനപ്പെട്ട സ്നേഹമുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മുടെ ദാസേട്ടൻ പാടി മാറിയിരിക്കുന്ന ഈ വേദിയിൽ കുറേ നേരത്തേക്ക് വേറെ ഒന്നും കേൾക്കാൻ പറ്റില്ല. അത്രയും ആ നാദം നമ്മുടെയൊക്കെ ചെവികളിൽ തങ്ങി നിൽക്കുകയാണ്. എന്നാലും ഈ ഒരു വലിയ പദ്ധതിയിൽ ഭാഗമാകാൻ ഒരവസരം ലഭിച്ചത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്.
ഈ ഒരു ചടങ്ങിലേക്കുള്ള ക്ഷണം ലഭിച്ചതിന് ശേഷം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, അങ്ങേയറ്റം സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് ഞാൻ ഈ പദ്ധതിയിൽ ഭാഗമാകാൻ ഓടിയെത്തിയത്. കാരണം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം കൃഷിയെ ഭയങ്കര അധികമായി സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായ കേരളത്തിലെ ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റമാണ് ഇത് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. ആഹാര പദാർത്ഥങ്ങളിലെ മായവും അതുപോലെ തന്നെ വിഷമയമായ പച്ചക്കറികളെക്കുറിച്ചുമൊക്കെയുള്ളൊരു അവബോധം നമ്മുടെ മലയാളികളുടെ ഉള്ളിൽ അടുത്ത കാലത്തായി വളരെ ശക്തിയായി വേരോടിയിട്ടുണ്ട്. അതിന് ഒരു കടുകുമണിയോളം ആണെങ്കിൽ പോലും അതിൽ ചെറിയൊരു പങ്ക് വഹിക്കാൻ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നിക്കുന്നൊരു കാര്യമാണ്. എന്തായാലും നമ്മുടെ കേരള സംസ്ഥാനത്തിന് എവിടെയോ ചെറുതായി നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കാൻ ഈ പദ്ധതി ഏറ്റവും വലിയൊരു കാരണമായി തീരും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാർഷിക സംസ്കാരത്തിനോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിനും അതേപോലെ ജല സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമൊക്കെ തുല്യമായ പ്രാധാന്യം നൽകുന്ന ഈ ഹരിത കേരളം എന്ന പദ്ധതി ഏറ്റവും ജനകീയമായ ഒരു ദൗത്യമായി, ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒരു ദൗത്യമായി മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിന് എൻ്റെ എല്ലാവിധ പിന്തുണയും പങ്കാളിത്തവും ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു തരാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഈ വേദിയിലുള്ള മഹത് വ്യക്തികൾ പറഞ്ഞതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും ആരോഗ്യവും മനസ്സമാധാനവും തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, വേദിയിൽ നമ്മുടെ MLA-മാരും ജനനേതാക്കന്മാരും അതുപോലെ ഉദ്യോഗസ്ഥ പ്രമുഖരും എല്ലാം ഉണ്ട്. സമയമേറെ വൈകിയതുകൊണ്ട് എല്ലാവരും ആശംസ നിങ്ങൾ അറിയിക്കുകയാണ്. വേറെ ആരും സംസാരിക്കുന്നില്ല. ഇനിയിപ്പോൾ ഏലായിലേക്ക് നമ്മുടെ വിശിഷ്ട അതിഥികളടക്കം ഏലായിലേക്ക് പോവുകയാണ്. അവർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അവിടെ ഞാറ് നടുന്ന പ്രവൃത്തി കഴിഞ്ഞാലുടൻ തന്നെ നെയ്യാറ്റിൻകര സ്കൂളിൽ മുഖ്യമന്ത്രിക്ക് ഒരു 2 മിനിറ്റ് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതെ, വിശിഷ്ടാതിഥികൾ അങ്ങോട്ട് പോവുക. അവിടെ എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല, അറിയാമല്ലോ, ചെറിയ ഇതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. യോഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിന്റെ കാർഷിക സംസ്കൃതിയെ വീണ്ടെടുക്കാൻ ബഹുമാനപ്പെട്ട വിശിഷ്യാതിഥികളെല്ലാം തന്നെ ഞാറ് നടുന്ന പാടത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും വളരെ സഹകരണ മനോഭാവത്തോടെ ഈ പരിപാടിയുമായി സഹകരിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ പരിപാടി നടക്കുന്നതിന് എല്ലാവരും അങ്ങേയറ്റം ശ്രദ്ധാലുക്കളാകണമെന്ന് അറിയിക്കുന്നു. അതിനെ തുടർന്ന് ജലമിത്രം പദ്ധതി പ്രകാരമുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി സമീപത്തുള്ളൊരു കുളം കൂടി വൃത്തിയാക്കുന്നതാണ്. ഈ 2 പരിപാടികളിലും എല്ലാ ബഹുമാന്യരും വളരെ ക്ഷമയോടെ ശ്രദ്ധയോടുകൂടി സമാധാനമായി സഹകരിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾക്ക് പാടത്തേക്ക് പോകാനുള്ള വഴി സുഗമമാക്കണമെന്നും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഹരിത കേരളം മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പൂർത്തിയായി. കാർഷിക സമൃദ്ധിയിലേക്കും മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കും ജനങ്ങളെ എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹരിത കേരളം മിഷൻ സംസ്ഥാനത്തിന്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്നത്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇപ്പോൾ പൂർത്തിയായത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാർ, വിശിഷ്ടാതിഥികളായ യേശുദാസ്, മഞ്ജു വാര്യർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ജിതിൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജിതിൻ, ഒരുപക്ഷെ കാർഷിക സമൃദ്ധിയിലേക്ക് തിരികെ പോകുക എന്ന ഉള്ളൊരു വലിയൊരു സന്ദേശം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വിപുലമായ ഒരു പദ്ധതിക്ക് ഇന്നിപ്പോൾ തുടക്കമായിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഉദ്ഘാടനത്തിന്റെ ഒപ്പം പദ്ധതിയെക്കുറിച്ചും? സൗമ്യ, ഹരിത കേരളം മിഷന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചതോടുകൂടി തുടക്കമായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് അമരവിള എലത്തറക്കൽ പഞ്ചായത്തിലെ ഏലായിൽ പാടത്ത് ഞാറ് നട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഹരിത കേരളം മിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഔപചാരികമായ ഉദ്ഘാടനത്തിന് ശേഷം പാടത്തേക്ക് ഞാറ് നടാനായി മുഖ്യമന്ത്രി വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നവകേരളം മിഷന്റെ ഭാഗമായാണ് ഹരിത കേരളം മിഷൻ പരിപാടി സർക്കാർ നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പും പദ്ധതിയുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും കൃത്യമായി മുഖ്യമന്ത്രി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ വേദിയിൽ വിശദീകരിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് മാലിന്യങ്ങൾ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ഉറവിട മാലിന്യ സംസ്കരണവും കേന്ദ്രീകൃത മാലിന്യ സംസ്കരണവും
ഊർജിതമാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ പൂർണ്ണമായ മാലിന്യ നിർമ്മാർജ്ജനമാണ് പദ്ധതിയുടെ ഒരു ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ സമ്പൂർണ്ണ കാർഷിക സമൃദ്ധി, മുമ്പുണ്ടായിരുന്ന കാർഷിക സമൃദ്ധി വീണ്ടെടുക്കുക എന്നതാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. നമ്മുടെ കാർഷിക സംസ്കാരം തന്നെ മാറണമെന്നും കാർഷിക സമൃദ്ധി തിരിച്ചു പിടിക്കാനായി തരിശു കിടക്കുന്നിടങ്ങളിലും കരനെൽ കൃഷിയും ഒപ്പം തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള കാർഷിക സമൃദ്ധി ശക്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും എല്ലാവരും ഒരുമിച്ച് നടത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ സമ്പൂർണ്ണ ജലസമൃദ്ധിയും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ജലസ്രോതസ്സുകളുടെ സംരക്ഷണമാണ് ഹരിത കേരളം മിഷനിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. കുളങ്ങൾ, തോടുകൾ, നീർച്ചാലുകൾ തുടങ്ങിയവ നന്നാക്കിയെടുക്കുക, അവ ശുദ്ധീകരിക്കുക, നദികളും കായലുകളും ശുദ്ധീകരിക്കുക, അവ സംരക്ഷിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്ന മറ്റൊരു പ്രധാന കാര്യം. മഴക്കുഴി നിർമ്മാണവും ഇതിന്റെ ഭാഗമായി നടക്കും. ഇത്തരത്തിൽ ഈ 3 ഉദ്യമങ്ങളിലൂടെയാണ് നവകേരള മിഷൻ പുരോഗമിക്കുക. നാടിന്റെ സമ്പൂർണമായ നവീകരണവും നാടിന്റെ ഭാവിക്കായുള്ള പ്രവർത്തനവുമാണ് ഹരിത കേരള മിഷനിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇതിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ഒരുമിച്ച് മുന്നേറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹരിത കേഡറ്റുകൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനായി മുന്നോട്ട് വരണമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഒപ്പം തന്നെ തുടർന്ന് ഗാനഗന്ധർവൻ യേശുദാസും നടി മഞ്ജു വാര്യരും ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഗാനഗന്ധർവൻ യേശുദാസാണ് ഹരിത കേരള മിഷന്റെ അംബാസിഡറായി പ്രവർത്തിക്കുക. തനിക്ക് അംബാസിഡർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഭയവും അതേസമയം തന്നെ നാട്ടുകാരുടെ സമ്പൂർണ്ണ പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് യേശുദാസ് പറയുകയുണ്ടായി. എന്നാലും ഇപ്പോൾ ഏലയിൽ പാടത്ത് ഞാറ് നട്ടുകൊണ്ട് ഹരിത കേരള മിഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏലയിൽ പാടത്ത് മുഖ്യമന്ത്രി ഞാറ് നടുകയാണ്. ഒപ്പം ഗാനഗന്ധർവൻ യേശുദാസും നടി മഞ്ജു വാര്യരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മറ്റ് ജനപ്രതിനിധികളും മുഖ്യമന്ത്രിക്കൊപ്പം ഞാറ് നടുന്നുണ്ട്. മുഖ്യമന്ത്രി ആദ്യം ഞാറ് നട്ട ശേഷം മറ്റ്
ഹരിത കേരളം മിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. യേശുദാസ്, മഞ്ജു വാര്യർ തുടങ്ങിയ വിശിഷ്ടാതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ഞാറുനട്ടുകൊണ്ടാണ് ഉദ്ഘാടനം നടന്നത്. മഞ്ജു വാര്യർ, യേശുദാസ് തുടങ്ങിയ വിശിഷ്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തെ വീണ്ടും കാർഷിക സമൃദ്ധിയിലേക്ക് കൊണ്ടുവരിക, ഒപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ഉറവിടത്തിലെ തന്നെ തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഹരിത കേരളം മിഷൻ നടപ്പാക്കുന്നത്. ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിതിൻ, വിശദാംശങ്ങൾ. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഹരിത കേരളം മിഷനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചതോടുകൂടി തുടക്കമായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എലത്തറക്കലിലെ ഏലായൽ പഞ്ചായത്തിലെ ഏലായിൽ പാടത്ത് ഞാറ് നട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഹരിത കേരളം മിഷന്. അതിലേക്ക് എത്താം. അല്പം മുമ്പാണ് ഹരിത കേരളം മിഷന് തുടക്കമായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. യേശുദാസ്, മഞ്ജു വാര്യർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായി യേശുദാസിനെ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഉടനീളം കാർഷിക സമൃദ്ധി തിരികെ കൊണ്ടുവരുന്നതിനായുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതിനുള്ള പ്രാഥമിക ഘട്ടമായാണ് ഹരിത കേരളം മിഷന്റെ ഉദ്ഘാടനം ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. ഹരിത കേരളം മിഷൻ ലക്ഷ്യം വെക്കുന്നതും അതുതന്നെയാണ്. ഉദ്ഘാടനം പൂർത്തിയായി. ഇനിയിപ്പോൾ സംസ്ഥാന വ്യാപകമായി കേരളത്തിന്റെ കാർഷിക സമൃദ്ധി തിരിച്ചു കൊണ്ടുവരുന്നതിനടക്കമുള്ള നീക്കങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ.